സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് റോഡ് ഡ്രെയിനേജ് സിസ്റ്റമാണ്. എന്താണ് ഡ്രെയിനേജ്? അഴുക്ക് വെള്ളം ഒഴുകി പോകാനുള്ള ഒരു മെത്തേഡാണ് അല്ലേ? നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. എന്താണ് ആദ്യം ഡ്രെയിൻ? ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സള്ളേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബാത്റൂമുകളിൽ നിന്നൊക്കെ വരുന്ന വാട്ടറാണ്. ഓക്കെ, അതായത് നമ്മളെ കിച്ചണിൽ, അതേപോലെ തന്നെ ബാത്റൂമുകൾ, അവിടെ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടറാണ് ഏതെന്ന് പറയുന്നത് സള്ളേജ്. സ്റ്റോം വാട്ടർ എന്ന് പറഞ്ഞാൽ മഴവെള്ളം. ഓക്കെ, അപ്പം ഈ സള്ളേജിനെയും സ്റ്റോം വാട്ടറും കളക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഡ്രെയിൻ എന്നത്. ഓക്കെ, ഡ്രെയിൻ എന്തിനൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്? സള്ളേജിനെയും സ്റ്റോം വാട്ടറിനെയും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ സർഫസ് ഡ്രെയിൻ, അടുത്ത നമ്മൾ പറയാൻ പോകുന്ന സർഫസ് ഡ്രെയിനിൻ്റെ പ്രത്യേകതകളാണ്. അതെപ്പോഴും വളരെ ചീപ്പായിരിക്കണം. സർഫസ് ഡ്രെയിൻ വളരെ ചീപ്പായിരിക്കണം, അതായത് ചിലവ് കുറവായിരിക്കണം ആ ഡ്രെയിൻ നിർമ്മിക്കാൻ. പിന്നെ അത് വളരെ എഫക്റ്റീവായിട്ട് സള്ളേജിനെയും സ്റ്റോം വാട്ടറിനെയും കളക്ട് ചെയ്യാൻ പറ്റണം. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് സർഫസ് ഡ്രെയിൻ ഏതൊക്കെയാണെന്ന് നോക്കാം. റെക്റ്റാങ്കുലർ സർഫസ് ഡ്രെയിൻ, സെമി സർക്കുലർ സർഫസ് ഡ്രെയിൻ, യു ഷേപ്പ്ഡ് സർഫസ് ഡ്രെയിൻ ആൻഡ് വി ഷേപ്പ്ഡ് സർഫസ് ഡ്രെയിൻ. ഇനി പറയാൻ പോകുന്ന ടോപ്പിക്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, ശ്രദ്ധിക്കുക. ആദ്യം റെക്റ്റാങ്കുലർ സർഫസ് ഡ്രെയിൻ, അതായത് ഡിസ്ചാർജ് കൂടുതലാവുന്ന കേസുകളിലാണ് ഇത്തരത്തിലുള്ള ഡ്രെയിനുകൾ നമ്മൾ ഉപയോഗിക്കുക. ഇതിലൂടെ ഒഴുകുന്ന ഇംപ്യൂർ വാട്ടറിൻ്റെ ഡിസ്ചാർജ് കൂടുതലാണ് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ റെക്റ്റാങ്കുലർ സർഫസ് ഡ്രെയിൻ ഉപയോഗിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലോ വളരെ കുറവാണ് എങ്കിൽ, അതായത് ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ആഴം വളരെ കുറവാണെങ്കിൽ അതിന് അനുയോജ്യമായ ആ വെള്ളം ഒഴുകുന്നതിനാവശ്യമായ ഒരു വെലോസിറ്റി അതിനുണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് അതിലുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഹെവി ഡിസ്ചാർജ് ആകുമ്പോഴാണ് റെക്റ്റാങ്കുലർ സർഫസ് ഡ്രെയിൻ ഉപയോഗിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണേ. പിന്നെ ഈ ഫിഗറും ഒന്ന് നോക്കി വെക്കുക. അടുത്തത് സെമി സർക്കുലർ സർഫസ് ഡ്രെയിൻ. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സെമി സർക്കുലർ സർഫസ് ഡ്രെയിൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് സാധാരണ എന്ന് പറഞ്ഞാൽ സ്റ്റോൺ വെയറുകൾ കൊണ്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടോ ആസ്ബസ്റ്റോ സിമെൻറ്റ് പൈപ്പ് കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡ്രെയിൻ നിർമ്മിക്കുന്നത്, സെമി സർക്കുലർ സർഫസ് ഡ്രെയിൻ നിർമ്മിക്കുന്നത്. ഇത് സാധാരണ സ്മോൾ ഡിസ്ചാർജ് ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ, അതായത് സ്ട്രീറ്റുകളിൽ, തെരുവുകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഡ്രെയിനുകൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു തെരുവിലൂടെ ഒഴുകുന്ന ഡിസ്ചാർജ് വളരെ കുറവാണെങ്കിൽ അവിടെ നമ്മൾ സെമി സർക്കുലർ സർഫസ് ഡ്രെയിനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ ഈസിയാണ്. പിന്നെ എന്തുകൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? സ്റ്റോൺ വെയറുകൾ, കോൺക്രീറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ആസ്ബസ്റ്റോ സിമെൻറ്റ് പൈപ്പ് കൊണ്ട്. ഓക്കെ, ഇതാണ് സെമി സർക്കുലർ സർഫസ് ഡ്രെയിൻ. അതിൻ്റെ ഫിഗർ ഒന്ന് ഓർത്ത് വയ്ക്കണേ. അടുത്തത് യു ഷേപ്പ്ഡ് സർഫസ് ഡ്രെയിൻ. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ ആകൃതി ഒരു യു ഷേപ്പ് ആയിരിക്കും. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ ഈസിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് നമ്മൾ മുന്നേ പഠിച്ച സെമി സർക്കുലർ സർഫസ് ഡ്രെയിനിൻ്റെയും റെക്റ്റാങ്കുലർ സർഫസ് ഡ്രെയിനിൻ്റെയും ഒരു കോമ്പിനേഷനാണ് യു ഷേപ്പ്ഡ് സർഫസ് ഡ്രെയിൻ എന്നത്. ഇതിൻ്റെ സൈഡുകളൊക്കെ വളരെ വെർട്ടിക്കൽ ആയിരിക്കും. ബോട്ടം സർഫസ് എന്തായിരിക്കും? കർവ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടോ, ഇവിടെ വെർട്ടിക്കലാണ്, പക്ഷെ ബോട്ടം സർഫസ് കർവ്ഡ് ആണ്. അതുകൊണ്ടാണ് യു ഷേപ്പ്ഡ് സർഫസ് ഡ്രെയിൻ എന്ന് പറയുന്നത്. അടുത്തത് വി ഷേപ്പ്ഡ് സർഫസ് ഡ്രെയിൻ ആണ്. ഇതാണ് അതിൻ്റെ ഫിഗർ. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? ഇതിന് നല്ലൊരു ഹൈഡ്രോളിക് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും, അതായത് അതിൻ്റെ ഡിസ്ചാർജ്, ആ കാര്യങ്ങൾ, അതേപോലെ തന്നെ മറ്റ് ഹൈഡ്രോളിക് പ്രോപ്പർട്ടീസൊക്കെ കൂടുതലാണ്. ഇത് ഉണ്ടാക്കാൻ, ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ഇതിൻ്റെ ഷേപ്പ് വളരെ വി ഷേപ്പാണ് ഈ ഒരു ഡ്രെയിനിൻ്റെ ഉണ്ടാവുക, വി ഷേപ്പാണ് ഉണ്ടാവുക. മാത്രമല്ല ഇതിലൂടെ ഒഴുകുന്ന വെള്ളം അതൊരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഡിസ്ചാർജ്, അതിൻ്റെ ഡിസ്ചാർജ് വാരി ചെയ്തുകൊണ്ടിരിക്കും.
അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് ചെയ്യുന്നില്ല, ഈ ഡിപ്പോസിഷൻ നടക്കുന്നില്ല. ഇമ്പ്യൂരിറ്റീസ്, സെഡിമെൻറ്റ്സ് ഒന്നും ഡിപ്പോസിഷൻ നടക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു ഡ്രെയിൻ പിന്നെ നല്ല വെലോസിറ്റി, ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിന് നല്ലൊരു വെലോസിറ്റി കൂടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് വി ഷേപ്പ്ഡ് സർഫസ് ഡ്രെയിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നല്ലൊരു ഹൈഡ്രോളിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. ഇതിൻ്റെ ഷേപ്പ് വി ഷേപ്പാണ്. ഇതിന് ഫ്ലക്ച്വേറ്റിംഗ് ഡിസ്ചാർജ് ആണ് ഉണ്ടാവുക, പക്ഷേ ഡിപ്പോസിഷൻ ഒന്നും നടക്കുന്നില്ല. ഈ ഡ്രെയിന് പിന്നെ എന്താ പ്രത്യേകത? നല്ലൊരു വെലോസിറ്റി കൂടെ പ്രൊവൈഡ് ചെയ്യാനുള്ള കഴിവ് ഈ ഒരു ഡ്രെയിനുണ്ട്. ഇനി നമ്മൾ ഇതുവരെ റോഡ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അതിൽ ഒരു ടേബിൾ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. എന്തിൻ്റെ ടേബിളാണ്? ഗ്രേഡിയൻ്റ് എന്ന ഭാഗത്ത് വരുന്നതാണ്. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ റോഡിന് ലോഞ്ചിറ്റ്യൂഡിനൽ ദിശയിൽ കൊടുക്കുന്ന സ്ലോപ്പാണ് അല്ലേ? അപ്പോൾ അതിനെയാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയാം. ഗ്രേഡിയൻ്റ് എന്തൊക്കെയുണ്ട്? ഡിസൈൻ ഗ്രേഡിയൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ റൂളിംഗ് ഗ്രേഡിയൻ്റ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണുള്ളത്? ലിമിറ്റിംഗ് ഗ്രേഡിയൻ്റ്, എസ്കർപ്ഷൻ ഗ്രേഡിയൻ്റ്, ഫ്ലോട്ടിംഗ് ഗ്രേഡിയൻ്റ് അല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ അതിൽ പറയാനുള്ളത് ഈ ഒരു ടേബിളാണ്. അതായത് ഓരോ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സിലും ഉണ്ടാവുന്ന ഗ്രേഡിയൻറ്റ്. അതായത് പ്ലെയിൻ ആൻഡ് റോളിംഗ് ആവുമ്പോൾ അവിടുത്തെ റോളിംഗ് ഗ്രേഡിയൻറ്റ് എത്രയാണ്? 3.3%. ഓക്കെ. അപ്പോൾ അവിടുത്തെ ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ് ആണെങ്കിൽ 5%. എസ്കർപ്ഷൻ ഗ്രേഡിയൻ്റ് ആണെങ്കിൽ 6.7%. പ്ലെയിൻ ആൻഡ് റോളിംഗ് എന്ന ടോപ്പോഗ്രാഫി ഉള്ള സ്ഥലത്ത്. ഇനി മൗണ്ടേനിയസ്, മലകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവിടെ എന്താണ്? റോളിംഗ് ആണെങ്കിൽ 5, ലിമിറ്റിംഗ് ആണെങ്കിൽ 6, എസ്കർപ്ഷൻ ഗ്രേഡിയൻ്റ് ആണെങ്കിൽ 7%. ഇനിയിപ്പോൾ വളരെ സ്റ്റീപ്പായിട്ടുള്ള ടെറൈൻ ആണെങ്കിൽ അവിടുത്തെ റൂളിംഗ് ഗ്രേഡിയൻറ്റ് കൊടുക്കുകയാണെങ്കിൽ 6, ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ് കൊടുക്കുകയാണെങ്കിൽ 7, എസ്കർപ്ഷൻ ഗ്രേഡിയൻറ്റ് കൊടുക്കുകയാണെങ്കിൽ 8. ഓക്കെ. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.